എത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത്. ഇതിനകത്ത് ഒരു യുദ്ധമുണ്ടാക്കുന്ന കെടുതിക്കപ്പുറം എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്നു, മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, മരിച്ചു കഴിഞ്ഞു. ഇത് അവസാനിപ്പിക്കേണ്ടത് ഇപ്പോഴൊന്നുമല്ല, ഇത് തുടങ്ങിയ സമയത്തിന് ഇത് അവസാനിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സകലതുമോർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചുമോർത്തു വയ്ക്കപ്പെടും, സകലതുമോ. പെട്ടെന്ന് ആൾക്കാരുടെ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രതിരോധം കൂടിയപ്പോൾ എന്താ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഫീൽ, പെട്ടെന്നോ ഒടുക്കമോ ഒടുവിലോ നേരത്തെയോ എന്നുള്ളതല്ല, മനുഷ്യരത് പ്രതികരിച്ച് തുടങ്ങി അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് തുടങ്ങി എന്നുള്ളത് വലിയൊരു ഹോപ്പാണ് ഈ ലോകത്ത് ജീവിക്കാനെന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ തന്നെ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് കൊല്ലപ്പെടുന്നു എന്നുള്ളതൊരു ലൈക്ക് യുദ്ധത്തിന്റെ അപ്പുറത്തേക്കൊരു വേദന ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് തന്നെയാണ്. അപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് തന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ കൂടുതൽ സപ്പോർട്ടീവ് ആയിരിക്കുന്ന കാലത്തോടും അവർ തിരിച്ചിങ്ങനെ തുരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പം ഒരു സ്ഥലത്തെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഗാസയിലെ കുട്ടികളെ അനുകൂലിച്ചൊരു സാധനം ഇടുമ്പോൾ വരുന്ന ഭയങ്കര വെറുപ്പുകളുണ്ടല്ലോ പലതവണയും, അത് ഗാസയിലെ കുട്ടികളായതുകൊണ്ട് മാത്രവും അല്ല. എന്ന് വെച്ചാൽ ഞാൻ ലോകത്തിൽ കാണുന്നത് വേറൊരു തരത്തിലാണ്. ഇപ്പം ഇത് ഏത് കുട്ടികൾക്കും അത് സംഭവിച്ചു കൂടാന്ന് തന്നെ വിചാരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വംശഹത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ആ ഗാസയുടെ കൂടെ നിൽക്കാതെ വയ്യ. പിന്നെ പ്രത്യേകിച്ച് കലാകാരന്മാരല്ല, മനുഷ്യരായിട്ട് ജനിച്ചവർ മുഴുവൻ മനുഷ്യത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മുഴുവന്, അത് മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് റൈറ്റിന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും, അനുവദിക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ട്.